ആകസ്മികമായി എത്തുന്ന ഒരു വിനോദസഞ്ചാരിയെ കാത്തിരിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിന്തിച്ചു. അതെ, ഞാൻ വിചാരിക്കാതെ എത്തിയ ഒരു വിനോദസഞ്ചാരിയായിരുന്നു. എന്റെ മരുമകളോടൊപ്പം താമസിക്കാൻ ഞാൻ ഒമാനിൽ പോയിരുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അത് അനുഭവിച്ചു. പക്ഷേ എനിക്ക് ഒരു കണ്ണുനീർ നൽകാൻ, ചിന്തിക്കാൻ, ഒരുപാട് ശേഖരിക്കുവാൻ എനിക്ക് 2 ദിവസം മതിയായിരുന്നു. വിമാനത്തിന്റെ ചിറകുകൾക്ക് മുകളിൽ തങ്ങി നിൽക്കുന്ന ഇടതൂർന്ന മേഘങ്ങൾ ഇതിനകം എനിക്ക് ഒരു കണ്ണുനീർ നൽകി. അനന്തമായി നീണ്ടു നിൽക്കുന്നതായി തോന്നുന്ന മരുഭൂമിയും ഒരു കാഴ്ചയായിരുന്നു. എന്റെ സുഹൃത്ത് അശോകന്റെ കാറിൽ റാസ് അൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് നടത്തിയ ദീർഘയാത്ര മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. കടൽ തീരത്ത് നിർത്തി ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയില്ല. എല്ലായിടത്തും കടലിന് ഒരേ പ്രശാന്തമായ ഒരു പ്രതീതിയായിരുന്നു. ഈ ശാന്തമായ ബീച്ചുകളിൽ ഒരു തരം സ്വർഗീയ ആനന്ദം അനുഭവപ്പെടുന്നു. അബുദാബിയിലെ സ്വിഹാനിൽ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് ഞാൻ കണ്ടു. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റാണിത്. അതിശയകരമായ 1.2 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. തീർച്ചയായും വിനോദസഞ്ചാരികളെ അകത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല. പവർ പ്ലാന്റിന്റെ മനോഹരമായ ഫോട്ടോഗ്രാഫുകൾ നെറ്റിൽ കാണുന്നതിൽ ഞാൻ തൃപ്തനാകേണ്ടി വന്നു. പ്ലാന്റിൽ 3.2 ദശലക്ഷം സോളാർ പാനലുകൾ ഉണ്ട്. പ്ലാന്റിന്റെ ആകാശ കാഴ്ച വിനോദസഞ്ചാരികൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ കാണാൻ എനിക്ക് കഴിഞ്ഞു. അതിലേക്ക് കയറുന്നത് നിങ്ങളെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകും. തീർച്ചയായും എനിക്കത് ചെയ്യാൻ കഴിയില്ല. വൈകുന്നേരം ഭർ ദുബായിൽ ഒരു ബോട്ട് യാത്ര ഒരു കൗതുകകരമായ അനുഭവമായിരുന്നു. അരുവിയിൽ കാണുന്ന മിന്നുന്ന ലൈറ്റുകളും അവയുടെ പ്രതിഫലനങ്ങളും നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് പുറത്താണെന്ന് തോന്നൽ നൽകുന്നു. അൽ നഹ്ദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ യാത്രയ്ക്ക് മാത്രമേ ഇത് തുല്യമാകൂ. ട്രെയിനിൽ നിന്ന് പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നത് എപ്പോഴും രസകരമാണ്. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ലൂവ്രെ അബുദാബി മ്യൂസിയവുമായി പൊരുത്തപ്പെടുന്ന ഒന്നും തന്നെയില്ല. ഏതൊരു മാനദണ്ഡം വെച്ച് നോക്കിയാലും അത്ഭുതം തന്നെ. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ചില പുരാവസ്തു അവശിഷ്ടങ്ങൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, മറ്റു കലാസൃഷ്ടികൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിന്റെ പേര് ഒരു കരാറിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂവ്രെയിൽ നിന്നുള്ള 300-ലധികം കലാസൃഷ്ടികൾ പ്രദർശനത്തിനായി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ പകുതി ദിവസം മാത്രം ചെലവഴിച്ചത് എനിക്ക് വളരെ നിർഭാഗ്യകരമായി തോന്നി. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇതുപോലുള്ള ഒരു സന്ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും. മറ്റൊരു തവണ എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചേക്കാം, നിങ്ങൾക്കറിയില്ലല്ലോ.